ഞാൻ ഈ ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത് 2018 കാലഘട്ടത്തിലാണ്. ഒരു വോക്കേറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ജീസസ് യൂത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ അവിടുന്ന് ഞാൻ ജീസസ് യൂത്തിലെ പാരീസിൻ്റെ പ്രയർ ഗ്രൂപ്പിലേക്ക് കൂടുന്നു. അതിനുശേഷം കർത്താവിനെ പതിയെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പാരീസ് ലീഡർ ആകുന്നു. പ്രയർ ഗ്രൂപ്പിനെ നയിക്കാനായിട്ട് മറ്റുള്ള ചേട്ടന്മാരിലൂടെ ഒരു ഫെലോഷിപ്പിലൂടെ അവർ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. അത് നല്ലൊരു രീതിയിലായിരുന്നു ഒരു ജീസസ് യൂത്തിലെ കാലഘട്ടത്തിൽ തുടങ്ങിയ സമയത്ത്. അത് കഴിഞ്ഞ് ഈശോ പടിയായിട്ട് മറ്റുള്ള ചേട്ടന്മാരുടെ ആ ലീഡർഷിപ്പിലൂടെ അവരൊക്കെ എന്നെ പതുക്കെ വളർത്താൻ തുടങ്ങി. ഇങ്ങനെ ഈശോയിൽ വളർന്നുകൊണ്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ടീൻസ് മിനിസ്ട്രി കോർഡിനേറ്റർ ആവുകയായിരുന്നു. ഇരിഞ്ഞാലക്കുട സോണിൻ്റെ ടീൻസ് മിനിസ്ട്രി കോർഡിനേറ്റർ ആകുകയായിരുന്നു. ആ ഒരു സമയത്താണ് എനിക്ക് ഈശോയുടെ ഒരു വലിയൊരു എൻകൗണ്ടർ ഉണ്ടാവാനായിട്ട് ഇടയത്. ആ ഒരു സമയങ്ങളിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് ഇങ്ങനെ വിശുദ്ധ കുർബാനയിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നുണ്ടോ അവനൊരു സംശയമായിരുന്നു. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഈശോ റിയലി പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു വിശുദ്ധ കുർബാന അല്ലെങ്കിൽ തിരുവോസ്തിയിൽ ഈശോ ഉണ്ടെന്ന് എന്താണ് ഉറപ്പ് എന്നൊരു സംഭവം ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റക്കായി നിൽക്കുകയാണ്. എനിക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക, ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല അവന്. ഇങ്ങനെ ഈശോ അവരിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് അവന് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു സംഭവമായി കാരണം ഞാൻ കുറച്ച് നേരം അതിനെപ്പറ്റി ആലോചിച്ചു. ഞാൻ പിന്നെ വിശുദ്ധ കുർബാനയിൽ പോകുമ്പോഴായാലും ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴായാലും ഇങ്ങനെ ഈശോ റിയലി അവിടെ ഉണ്ടോ എന്നുള്ളൊരു സംഭവമായിരുന്നു എനിക്കൊരു പിന്നെയും ജീസസ് എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് വന്നെങ്കിൽ മറ്റുള്ളവർക്ക് വരാമല്ലോ. അപ്പോൾ എനിക്ക് ആ ഒരു സംശയം ഇങ്ങനെ കൂടെ വന്നു തുടങ്ങി. ഈശോയെ എനിക്ക് നിന്നെ കാണാൻ പറ്റുമോ എന്നുള്ളൊരു ആ ഒരു ചോദ്യ ചിഹ്നത്തിലായി പിന്നെ ലാസ്റ്റ് അത് അവസാനിക്കുന്നത്. ഈശോയെ എനിക്ക് നിന്നെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ, ഈശോയെ എനിക്ക് നിന്നെ കണ്ടുകൂടെ എന്നുള്ളൊരു സംഭവമായിരുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരു ആരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ സ്തുതിക്കുന്നതിൻ്റെ ഇടയിൽ സ്തുതിച്ചതിന് ശേഷം ഈശോയെ ആ ഒരു തിരുവോസ്തിയിലേക്ക് ആ ഒരു ആരാധനയുടെ സമയത്ത് ഈശോയിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഓസ്തിയിൽ ഈശോയുടെ മുഖം തെളിഞ്ഞു വരാണ്. ഞാൻ ആദ്യം കണ്ണൊക്കെ തിരുമ്പി നോക്കി. സംഭവം എൻ്റെ കണ്ണിൻ്റെ പ്രശ്നമല്ല. പിന്നെ ഞാൻ കുറച്ചും കൂടിയും ഈശോനെ വിളിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പിന്നെയും ആ ഒരു തിരുവോസ്തിയിലേക്ക് നോക്കുമ്പോഴും ഈശോയുടെ ആ ഒരു മുഖം പിന്നെയും തെളിഞ്ഞു വരാണ്. അപ്പോൾ കളർഫുള്ളായിട്ടുള്ളൊരു മുഖമല്ല, പക്ഷേ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ്. എന്നാലും ആ ഈശോയുടെ ആ ഒരു മുഖം തെളിഞ്ഞു വരുമ്പോൾ ആ ഒരു ഗ്രേസ് ഭയങ്കരമായിട്ട് അനുഭവിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ എനിക്ക് ആ ഒരു മുഖം റിയലായിട്ട് സംഭവിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയത്താണ്. ചേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടി നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയമാണ്. ചേച്ചിയുടെ കല്യാണത്തിൻ്റെ സമയത്ത് ഈ വിശുദ്ധ കുർബാനയിൽ ഈശോ സമർപ്പണത്തിൻ്റെ സമയത്ത് ഈ തിരുവോസ്തി ഉയർത്തുന്നു. അതിനുശേഷം ഉയർപ്പിൻ്റെ സമയത്ത് ഈ വിശുദ്ധ കുർബാന ഉയർത്തുന്ന ആ ഒരു ടൈമുണ്ട്. ആ ഒരു ടൈമിൽ ആ ഒരു ഈശോൻ്റെ മുഖം ഭയങ്കരമായിട്ട് അത്രയും ഗ്രേസ്ഫുള്ളായിട്ട് അത്രയും അടിപൊളിയായിട്ട് ഈശോയെ എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ എന്നെ പതിയെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. പക്ഷേ ചിലപ്പോൾ ബാക്കിയുള്ളവർ വിചാരിച്ചിട്ടുണ്ടാവും, കുട്ടിയുടെ ചേച്ചി കല്യാണം കഴിഞ്ഞ് പോകുന്നതിൻ്റെ വിഷമത്തിലാണ് കുട്ടി കരയുന്നതായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ റിയലി എനിക്ക് ആ ഒരു സംഭവം ഫീൽ ചെയ്തത് എൻ്റെ കർത്താവിനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നു. ആ ഒരു സംഭവത്തിലാണ് എൻ്റെ അതാണ് എൻ്റെ ഫസ്റ്റത്തെ ആ ഒരു എൻകൗണ്ടർ. ഈശോനെ കണ്ടു. ഈശോ പിന്നെ എല്ലാ വിശുദ്ധ കുർബാനയിലും ഈശോയെ കണ്ടുകൊണ്ട് ആ ഒരു വിശുദ്ധ കുർബാന പങ്കെടുക്കാനായിട്ട് എനിക്ക് പിന്നെ സാധിച്ചു തുടങ്ങി. ഈശോയുടെ അടുത്ത് കൂടി നിൽക്കുന്ന സമയത്ത് ആ ഒരു വിശുദ്ധ കുർബാനയിൽ ഈശോനെ കാണാനായിട്ട് ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളായിട്ട് ഈ ഒരു ടൈമിലും ജീവിക്കാൻ പറ്റിയതിനോർത്ത് വളരെ വളരെ നന്ദിയുള്ളവരായിരിക്കുകയാണ് ഞാൻ. ഈ ഒരു ദിവസങ്ങളിൽ ഇപ്പോൾ എൻ്റെ ടീൻസ് മിനിസ്ട്രി കോർഡിനേറ്റർ എന്നൊരു സംഭവം മാറി ഇപ്പോൾ വേറൊരു സംഭവത്തിലേക്ക് തിരഞ്ഞെടുത്തേക്കാണ്. ഇപ്പോൾ ഈ ഇരിഞ്ഞാലക്കുട ജീസസ് യൂത്തിൻ്റെ സോണിലെ അസിസ്റ്റൻറ്റ് കോർഡിനേറ്ററായിട്ട് പിന്നെയും ഈശോ എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയങ്ങളിലും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ, ഈശോയുടെ കൂടെ ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അത് ഈശോ തരുന്ന വലിയൊരു കൃപയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതുവരെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയുടെ നന്ദി പറയുന്നു.